യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് അഴിക്കുള്ളിൽ. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. രഞ്ജിത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണി എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പരാതി വ്യാജമെന്നായിരുന്നു രഞ്ജിത്തിന്റെ മറുപടി. ഇന്നലെ തൊടുപുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സംവിധായകൻ രഞ്ജിത്തിനെ ഇന്ന് രാവിലെയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. കേസിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ കോടതി രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് രഞ്ജിത്തിന്റെ വാദം. നടി എന്തുകൊണ്ട് ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് പരാതി നൽകിയില്ലെന്നും രഞ്ജിത്ത് ചോദിക്കുന്നു. പരാതി വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി രഞ്ജിത്ത് ജാമ്യ ഹർജി ഫയൽ ചെയ്തു. ജാമ്യം നൽകരുത് എന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ പ്രതി പുറത്തിറങ്ങിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ, സ്ഥലമുണ്ടോ, അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നീക്കും. ജനങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത്. ഫോർട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെയാണ് രഞ്ജിത്ത് യുവനടിയോട് അപമര്യാദയായി പെരുമാറിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞു നിർത്തൽ, ലൈംഗികാതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. രഞ്ജിത്തിന്റെ റിമാൻഡുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് തന്നെയാണ്. സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. കസ്റ്റഡി അപേക്ഷ അല്പസമയത്തിനകം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുമെന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്ത്. വിഷ്ണു, കസ്റ്റഡി അപേക്ഷ ഈ പറഞ്ഞതുപോലെ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ പ്രതിഭാഗത്തിന്റെ ഡിഫൻസ് എന്തൊക്കെയാണ്? സുഹൈല, അതീവ ഗൗരവത്തോടെയാണ് SIT കേസിനെ നോക്കിക്കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യം എന്ന നിലപാടിലാണ് SIT ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ്. അവിടുത്തെ ഒരു ഈ സിനിമാ സെറ്റിലുണ്ടായ ഒരു കാരവാനിനകത്ത് വെച്ചാണ് ഈ ലൈംഗിക അതിക്രമം നടന്നത്. അതുകൊണ്ട് ആ കാരവാൻ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ രഞ്ജിത്തിനോട് വിശദമായി ചോദ്യങ്ങൾ ചോദിക്കണം. പ്രത്യേകിച്ച് ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിന് ദേഹാസ്വസ്ഥമൊക്കെ അനുഭവപ്പെടുകയും ആശുപത്രിയിൽ വരുന്നത്. അതുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് സാധ്യമായില്ല. 2 ദിവസമെങ്കിലും കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടാനാണ് നിലവിൽ പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രഞ്ജിത്തിന്റെ പ്രോസിക്യൂഷൻ നൽകുന്ന കസ്റ്റഡി അപേക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതി പരിഗണിക്കും. രഞ്ജിത്ത് വ്യക്തമാക്കുന്നത് തനിക്ക് ജാമ്യം വേണം എന്ന നിലപാടാണ്. അതായത് ഈ കേസുമായി തനിക്ക് ബന്ധമില്ല, പരാതി വ്യാജമാണ്, തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്, ഈ പരാതിക്ക് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രഞ്ജിത്ത് ജാമ്യ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇന്റേണൽ കമ്മിറ്റി ഈ സിനിമയിലുണ്ട്, പക്ഷേ ആ നടി എന്തുകൊണ്ട് ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടില്ല തുടങ്ങിയ ചോദ്യങ്ങളും രഞ്ജിത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക ഈ കസ്റ്റഡി അപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടായ ശേഷമാണ്. അതൊരു പ്രൊസീജിയറൽ നടപടിയാണ്. സാധാരണഗതിയിൽ അത്തരത്തിലാണ് പ്രൊസീജിയർ ഉണ്ടാകുക. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നു, കസ്റ്റഡിയിൽ വിടണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നു. അതിനുശേഷമായിരിക്കും രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിടും. കസ്റ്റഡിയിൽ വിട്ട ശേഷം രഞ്ജിത്തിന്റെ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും രഞ്ജിത്തിന് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അത് സൂചിപ്പിക്കുന്നത് രഞ്ജിത്തിന് കുറച്ച് ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലും ഒക്കെ കഴിയേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇനിയിപ്പോൾ ശനിയാഴ്ച ജാമ്യ ഹർജി പരിഗണിച്ചാൽ തന്നെ അതിൽ പ്രോസിക്യൂഷന്റെ വാദം കേൾക്കേണ്ടതുണ്ട്. അന്നൊരു തീരുമാനത്തിലേക്ക് പോകില്ല. തിങ്കളാഴ്ചയോടുകൂടിയൊക്കെ ആയിരിക്കും ജാമ്യ ഹർജിയിൽ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നത്. രഞ്ജിത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് കൃത്യമായ തെളിവുണ്ട്. രഞ്ജിത്തിനെതിരെ സാഹചര്യ തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. അടുത്ത ഘട്ടമായി പോലീസ് കണക്കാക്കുന്നത് കാരവൻ കണ്ടെത്തുകയും ഒപ്പം ഈ സിനിമ ലൊക്കേഷനിൽ ഈ വിവരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവരെ ചോദ്യം ചെയ്യുക, ICC അടക്കമുള്ള ആളുകളെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുക. അങ്ങനെ വളരെ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം, തടഞ്ഞു നിർത്തൽ തുടങ്ങി 4ഓളം വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.